എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കംപ്ലയിൻറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു AC ഡ്രെയിൻ പൈപ്പിൽ നല്ല രീതിക്ക് തന്നെ ചെളിയും കാര്യങ്ങളും വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് കാണപ്പെടുന്നത് നമ്മൾ സർവീസൊന്നും ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ ഫിൽറ്ററിലും കൂളിംഗ് കോയിലിൽ ഡ്രെയിൻ ട്രേയിലൊക്കെ ഇങ്ങനെ പൊടി കയറി അടിഞ്ഞിരിക്കുന്നത് മൂലമാണ് ഈ ഡ്രെയിൻ പൈപ്പ് വഴി വരുന്ന വെള്ളത്തിൻ്റെ കൂടെ ഈ ചെളിയും കൂടി ഇറങ്ങി വരുന്നത്. ആ ഒരു യൂണിറ്റിൻ്റെ ഫിൽറ്റർ ഊരിയ സമയത്ത് നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ സാധിക്കും എന്തുമാത്രം പൊടി ഇതിനകത്ത് അടിഞ്ഞിരിപ്പുണ്ടെന്ന്. ഫിൽറ്ററൊക്കെ സർവീസ് ചെയ്തതിന് ശേഷം ആ ഒരു ഇൻഡോർ മൊത്തത്തിൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഒരു വാട്ടർ സർവീസൊക്കെ നടത്തി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളത് ഫിറ്റ് ചെയ്തത്. ഇങ്ങനെ വരുന്ന കംപ്ലയിൻറ്റ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ ഈ പൊടികൾ കൂളിംഗ് കോയിലിന് അതുപോലെ തന്നെ ഫിൽറ്റർ ബ്ലോവറിലൊക്കെ കയറിയതിന് ശേഷം നമുക്ക് പുറത്തോട്ട് വരുന്ന ആ ഒരു കൂളിങ്ങിൻ്റെ അളവ് കുറയുകയും അതുപോലെ തന്നെ ഡ്രെയിനൊക്കെ ബ്ലോക്ക് ആയതിനു ശേഷം വാട്ടർ ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.